നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്കണോമിക്സ് ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഒപ്റ്റിമൽ മിക്സ് ഓഫ് ടാക്സസ്? ഓപ്ഷൻസ് എ, ഇറ്റ് മാക്സിമൈസ് ദ ടാക്സ് റവന്യൂ ഫോർ ദ ഗവൺമെൻറ്. ബി, ഇറ്റ് ലീവ്സ് ദ ടാക്സ് റവന്യൂ അൺചേഞ്ച്ഡ്. സി, ഇറ്റ് മിനിമൈസസ് ദ എക്സസ് ബർഡൻ ഡ്യൂ ടു ടാക്സേഷൻ. ഡി, ഇറ്റ് ലീവ്സ് ദ എക്കണോമി ന്യൂട്രൽ ഇൻ ഇറ്റ്സ് എഫക്റ്റ്. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ എസ്റ്റിമേഷൻ ഓഫ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം? ഒന്ന്, ഇറ്റ് ഇൻക്ലൂഡ്സ് റീറ്റെയിൻഡ് പ്രോഫിറ്റ് ആൻഡ് എക്സ്ക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. സെക്കൻഡ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ബട്ട് എക്സ്ക്ലൂഡ്സ് റെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. തേർഡ്, ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ടാക്സ് ബട്ട് എക്സ്ക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. ഫോർത്ത്, ഇറ്റ് എക്സ്ക്ലൂഡ്സ് പേഴ്സണൽ ടാക്സസ് ആൻഡ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. Next question, of the following which is or are not correct in respect of autonomous liquidity related to liquidity adjustment facility? First, it consists of liquidity flows that flows to commercial banks without monetary policy actions. Second, it includes policy induced flows from the RBI to scheduled commercial banks. Third, it consists of central bank balance sheet flows that arise from regular central banking functions as currency authority. Fourth, it is the sum of central bank balance sheet flows that arise out of money market operations. ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഒപ്റ്റിമൽ മിക്സ് ഓഫ് ടാക്സസ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇറ്റ് മിനിമൈസസ് ദ എക്സസ് ബർഡൻ ഡ്യൂ ടു ടാക്സേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ എസ്റ്റിമേഷൻ ഓഫ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം? വിച്ച് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചത്. അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓൺലി 1, 2 and 3. അതിൽ പറയുന്നത് ഇറ്റ് എക്സ്ക്ലൂഡ്സ് പേഴ്സണൽ ടാക്സസ് ആൻഡ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നോട്ട് ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 4. കറക്റ്റായിട്ട് വരുന്നത് 1ഉം 3 ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഫ്ലോസ് ദാറ്റ് ഫ്ലോസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിത്തൗട്ട് മോണിറ്ററി പോളിസി ആക്ഷൻസ്. അതും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോസ് ദാറ്റ് അറൈസ് ഫ്രം റെഗുലർ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ആസ് കറൻസി അതോറിറ്റി. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ്. നമുക്കിനി അടുത്ത സെറ്റ് നോക്കാം. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് എ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രിസിയേഷൻ. ഓപ്ഷൻ ബി GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ. ഓപ്ഷൻ സി GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് NFIA. ഓപ്ഷൻ ഡി GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് NFIA. നെക്സ്റ്റ്, ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് എ 1947, ബി 1951, സി 1950, ഡി 1956. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് 5-year പ്ലാൻ അഡോപ്റ്റഡ് ദ മഹലനോബിസ് മോഡൽ ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ഇൻ ഇന്ത്യ? ഓപ്ഷൻസ് എ ഫസ്റ്റ് 5-year പ്ലാൻ, ബി സെക്കൻഡ് 5-year പ്ലാൻ, സി തേർഡ് 5-year പ്ലാൻ, ഡി ഫോർത്ത് 5-year പ്ലാൻ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ബാങ്ക് റേറ്റ്? ഓപ്ഷൻസ് എ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക്സ് അഗെയിൻസ്റ്റ് ദെയർ ലോൺസ്. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ബൈ ബാങ്ക്സ് അഗെയിൻസ്റ്റ് ദ ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ്. ഓപ്ഷൻ സി ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ്സ് ദാറ്റ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വിത്ത് ദ RBI. ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ദ റീഡിസ്കൗണ്ടിങ് റേറ്റ് ദാറ്റ് RBI എക്സ്റ്റെൻഡ്സ് ടു ബാങ്ക് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ്. ഞാൻ ആൻസർ പറയാൻ പോവുകയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പറയുന്ന ടൈമിൽ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. ആദ്യത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ. ഈ നെറ്റ് കാണുന്ന കേസിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഇക്വേഷനാണ്. നെറ്റ് ഈക്വൽ ടു ഗ്രോസ് മൈനസ് ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ നോക്കുക. അതിൽ എയും ബിയും ആണ് വരുന്നത്. അപ്പം NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1950. പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950-ലാണ്. അടുത്ത ചോദ്യം, വിച്ച് 5-year പ്ലാൻ അഡോപ്റ്റഡ് ദ മഹലനോബിസ് മോഡൽ ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ഇൻ ഇന്ത്യ? മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നത് സെക്കൻഡ് 5-year പ്ലാൻ ആണ്. ഹറോൾഡ് ഡോമർ മോഡൽ ഫസ്റ്റ് 5-year പ്ലാൻ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ബാങ്ക് റേറ്റ്? നമ്മുടെ ഓപ്ഷനിൽ വിചാരിക്കും വേറെയാണെന്ന്, പക്ഷേ അതിൻ്റെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് ദ റീഡിസ്കൗണ്ടിങ് റേറ്റ് ദാറ്റ് RBI എക്സ്റ്റെൻഡ് ടു ബാങ്ക് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ്. ആ ഡെഫിനീഷൻ ഒന്ന് പഠിച്ചു വെക്കണം. അത് എക്സാമിന് ചോദിച്ചാൽ കറക്റ്റ് ഓപ്ഷൻ അതാണ് വരുന്നത്. നെക്സ്റ്റ് സെറ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ദ കോവിഡ് പാൻഡമിക് 2019-2021?
First one, agriculture and allied sectors have been the least impacted by the pandemic. Second, India's balance of payments remained in surplus. Third, India's response has been an emphasis on demand management rather than reliance on supply side reforms. Fourth, Indian economy is expected to witness a real GDP expansion. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിവേഴ്സ് റിപ്പോ റേറ്റ് റെഫേഴ്സ് ടു. ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, ആൻസറിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഇന്ത്യൻ എക്കണോമിക് ഡ്യൂറിങ് ദ കോവിഡ് പാൻഡമിക് 2019-21. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2 and 4. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് ഹാവ് ബീൻ ദ ലീസ്റ്റ് ഇമ്പാക്റ്റഡ് ബൈ ദ പാൻഡമിക്. സെക്കൻഡ്, ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് റിമെയിൻഡ് ഇൻ സർപ്ലസ്. ഫോർത്ത്, ഇന്ത്യൻ എക്കണോമി ഈസ് എക്സ്പെക്റ്റഡ് ടു വിറ്റ്നസ് എ റിയൽ GDP എക്സ്പാൻഷൻ. കോവിഡിൻ്റെ ടൈമിൽ എക്കണോമിക്ക് സംഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ് ചോദിച്ചത് റിവേഴ്സ് റിപ്പോ റേറ്റ് റെഫേഴ്സ് ടു. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് അബ്സോർബ്സ് ലിക്വിഡിറ്റി ഓൺ ആൻ ഓവർനൈറ്റ് ബേസിസ് ഫ്രം ബാങ്ക്സ് അഗെയിൻസ്റ്റ് ദ കൊളാട്രൽ ഓഫ് എലിജിബിൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അണ്ടർ ദ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is the largest item of revenue in the Union Budget 2022-23? Options A, income tax, B, union excise duties, C, GST, D, borrowings and other liabilities. Next, which one of the following is not an objective of Niti Aayog? Options A, to foster cooperative federalism, B, to develop mechanism to formulate credible plans at the central level, C, to design strategic and long-term policy and program frameworks and initiatives. Option D, to create a knowledge, innovation and entrepreneur support system. Which among the following is the largest item of revenue in the Union Budget 2022-23? Option D ആണ് correct answer, borrowings and other liabilities. Next, which one of the following is not an objective of Niti Aayog? നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റ് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, ടു ഡെവലപ്പ് മെക്കാനിസംസ് ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് ദ സെൻട്രൽ ലെവൽ. ബാക്കി ഓപ്ഷൻസ് നോക്കി വെക്കണം. ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം, ടു ഡിസൈൻ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്സ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. ഡി, ടു ക്രിയേറ്റ് നോളജ്, ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണറിയൽ സപ്പോർട്ട് സിസ്റ്റം. ഇതൊക്കെ നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. നെക്സ്റ്റ് സെറ്റ് നോക്കാം. The total expenditure of Government of India on revenue and capital accounts, net revenue receipts, recovery of loans and other receipts is options A, revenue deficit, B, fiscal deficit, C, primary deficit, D, effective revenue deficit. Next question, construction is part of options A, primary sector, B, secondary sector, C, service sector, D, none of this. Next, which one of the following statement or statements are correct? First one, transfer payments are part of personal income. Second, disposable income includes direct tax payments. Third, NNP at factor cost includes indirect tax payments. First one ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫിസിക്കൽ ഡെഫിസിറ്റ്. എന്ന് വെച്ചാൽ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, നെറ്റ് റവന്യൂ റെസീപ്റ്റ്സ്, റിക്കവറി ഓഫ് ലോൺസ് ആൻഡ് അതർ റെസീപ്റ്റ്സ് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ്. കൺസ്ട്രക്ഷൻ ഈസ് പാർട്ട് ഓഫ് ഓപ്ഷൻ ബി, സെക്കൻഡറി സെക്ടർ. കൺസ്ട്രക്ഷൻ സെക്കൻഡറി സെക്ടറിൻ്റെ പാർട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഓപ്ഷൻ എ ഓൺലി 1 ആണ് കറക്റ്റ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആർ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം, അതാണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ സെക്ടോറിയൽ കോൺട്രിബ്യൂഷൻ ഓഫ് GDP ആർ കറക്റ്റ്? ഫസ്റ്റ് വൺ, ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. Second, the percentage share of secondary has declined over time. Third, the percentage share of service sector has declined over time. Next question, which is the best policy combination for RBI to reduce money supply in the economy? First, reduce reverse repo rate, increase reserve ratio and open market sale of bonds. Second, increase repo rate, increase reserve ratio and open market sale of bonds. Third, reduce repo rate, reduce bank rate and open market purchase of bonds. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 2. ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് സെക്കൻഡറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ സെക്ടോറിയൽ കോൺട്രിബ്യൂഷൻ ഓഫ് GDP ആർ കറക്റ്റ് ആണ് ചോദിച്ചത്. ഫസ്റ്റും സെക്കൻഡും ആണ് കറക്റ്റ്.
നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് പോളിസി കോമ്പിനേഷൻ ഫോർ RBI ടു റിഡ്യൂസ് മണി സപ്ലൈ ഇൻ ദ എക്കണോമി? കറക്റ്റ് ആൻസർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇൻക്രീസ് റിപ്പോ റേറ്റ്, ഇൻക്രീസ് റിസർവ് റേഷ്യോ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോൺഡ്സ്. നെക്സ്റ്റ് സെറ്റ്, ഇൻ ദ ബഡ്ജറ്റ് ഓഫ് 2022-23 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രാൻസ്ഫോർമേറ്റീവ് അപ്രോച്ച് ഫോർ economic growth and sustainable development which is driven by 7 engines, namely roads, railways, airports, ports, mass transport, waterways and logistic infrastructure. Options A PM Gati Shakti, B PM Gatiman, C PM Garib Kalyan, D PM Kisan Samman. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, PM Gati Shakti. 2022-23 ബഡ്ജറ്റിൽ ട്രാൻസ്പോർട്ടേഷനിൽ പുരോഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് PM Gati Shakti എന്നുള്ളത്. അതിൻ്റെ 7 എൻജിൻസാണ് ഇതിൽ പറയുന്നത്. റോഡ്, റെയിൽവേ, എയർപോർട്ട്, പോർട്ട്, മാസ് ട്രാൻസ്പോർട്ട്, വാട്ടർവേയ്സ് ആൻഡ് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗ്രോത്ത് അച്ചീവ്ഡ് ബൈ ദ ഇന്ത്യൻ എക്കണോമി ഇൻ ദ 11th പ്ലാൻ പീരീഡ്? ഓപ്ഷൻസ് എ ആൻ ആവറേജ് ഓഫ് 6.7%, B an average of 9.5%, C an average of 7.9%, D an average of 9%. Next, which of the following functions are correct about RBI? First one, maintaining price stability while keeping in mind the objective of growth. Second, maintain public confidence in the system, protect depositors' interest and provide cost-effective banking service to the public. Third, to facilitate external trade and payment and promote orderly development and maintenance of foreign exchange market in India. Answer നോക്കാം. Which of the following is growth achieved by the Indian economy in the 11th plan period? Option C ആണ് an average of 7.9%. 7.9% ആണ് 11th 5-year പ്ലാനിൽ അച്ചീവ് ചെയ്തത്. നെക്സ്റ്റ് ചോദിച്ചത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ആർ കറക്റ്റ് അബൌട്ട് RBI? 1, 2, 3 ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി വൈൽ കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത്, മെയിൻറ്റെയിൻ പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ സിസ്റ്റം, പ്രൊട്ടക്ട് ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ബാങ്കിങ് സർവീസ് ടു ദ പബ്ലിക്. തേർഡ്, ടു ഫെസിലിറ്റേറ്റ് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് പേയ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ട് ഓർഡർലി ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇൻ ഇന്ത്യ. 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻ്റർ മിനിസ്റ്റീരിയൽ കോർഡിനേഷൻ കമ്മിറ്റി ഓൺ ദ multi-dimensional poverty index constituted under Niti Aayog. Which of the following ministries and departments are included in the committee? Options A, Ministry of Agriculture and Farmers Welfare and Department of Fertilizers. B, Ministry of Commerce and Industry and Department of Telecommunications. C, Ministry of External Affairs and Department of Public Enterprises. D, Ministry of Women and Child Development and Department of Food and Public Distribution. Next question, the Nobel Prize for Economics 2022 was awarded to 3 American economists for their research on options A, for their methodological contributions to the analysis of causal relationships, B, for research on banks and financial crisis, C, for improvements to action theory and inventions of new action formats, D, for their experimental approach to alleviating global poverty. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ചോദിച്ചത്, ദ ഇൻ്റർ മിനിസ്റ്റീരിയൽ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഏതൊക്കെ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നതെന്നാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ചോദിച്ചത്, ദ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് 2022 വാസ് അവാർഡഡ് ടു 3 അമേരിക്കൻ എക്കണോമിസ്റ്റ് ഫോർ ദെയർ റിസർച്ച് ഓൺ. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഫോർ റിസർച്ച് ഓൺ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ്. നെക്സ്റ്റ് സെറ്റ്, ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. സെക്കൻഡ്, ഡെഫിസിറ്റ് ഫിനാൻസിങ്. തേർഡ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഫോർത്ത്, ടാക്സേഷൻ പോളിസീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഗവൺമെൻറ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി? ഓപ്ഷൻസ് എ, ഹയർ ഗവൺമെൻറ് സ്പെൻഡിംഗ് ആൻഡ് ലോവർ ടാക്സസ്. B, higher government spending and higher taxes. C, lower government spending and higher taxes. D, lower government spending and lower taxes. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഓൺലി 1 and 3. ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ 1ഉം 3 ആണ് വരുന്നത്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. നെക്സ്റ്റ്, ദ ഗവൺമെൻറ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഓപ്ഷൻ സി ആണ് വരുന്നത്, ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ്.
Next question, GDP at factor cost is equal to options A, GDP at market price minus net indirect taxes, B, GDP at market price plus net indirect taxes, C, GDP at market price minus depreciation, option D, GDP at market price plus depreciation. Next, which 5-year plan did the government introduce Insurance Regulatory Authority in India? Options A, 7th 5-year plan, B, 9th 5-year plan, C, 10th 5-year plan, D, 11th 5-year plan. First question, GDP at factor cost is equal to, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, GDP at market price minus net indirect taxes. GDP at factor cost equal to GDP at market price minus net indirect tax. Next, which 5-year plan did the government introduce Insurance Regulatory Authority in India? 9th 5-year പ്ലാനിലാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഇന്ത്യ പാസ്സാക്കിയത് 9th 5-year പ്ലാനിലാണ്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നോക്കാനുണ്ട്, നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് കൂടുതൽ PYQ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. താങ്ക് യു.